ഹായ്, എന്താണ് CUET എക്സാമിനേഷൻ? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ എക്സാമിനേഷൻ ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഡൽഹി, അതുപോലെ തന്നെ ബനാറസ്, അലിഗഡ്, JNU പോലുള്ള യൂണിവേഴ്സിറ്റീസിലേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അവിടെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതേണ്ട ഒരു എക്സാമിനേഷനാണ് CUET എൻട്രൻസ് ടെസ്റ്റ്. ആർക്കാണിത് എഴുതാൻ സാധിക്കുക? +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണിത്. ഈ എക്സാമിനേഷനിൽ മെയിൻ ആയിട്ട് നമുക്ക് 3 പേപ്പേഴ്സ് ആണുള്ളത്. 3 പേപ്പേഴ്സിലെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. സെക്കൻഡ് പേപ്പർ അല്ലെങ്കിൽ സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ +2 പഠിച്ചുള്ള നിങ്ങളുടെ സബ്ജക്റ്റ് PCMB ഉൾപ്പെടെയുള്ള സബ്ജക്ട്സ് ആണ്. മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റി, ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ സെഷനുമാണ് നിങ്ങൾക്ക്. ഇതാണ് ഈ 3 സെഷൻസ് ആണ് നമ്മുടെ എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഈ എക്സാമിനേഷൻ നിങ്ങൾ നല്ല മാർക്കോട് കൂടി കവർ ചെയ്യുകയാണെങ്കിൽ, പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസിലേക്ക് തന്നെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് പരിഗണിക്കാതെ മിയർലി ഈ ഒരു മാർക്കിന്റെ ബേസിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. QAT എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സൈലം എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് QAT Endgame. സോ ഇവിടെ നമ്മൾ 3 പാക്കേജുകളായിട്ടാണ് കോഴ്സുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന ജനറൽ പാക്കേജ് ആണ്. സെക്കൻഡ് വൺ ഇസ് PCMB മാത്രമുള്ള ഒരു പാക്കേജ്. മൂന്നാമത്തത് കോംബോ ആണ്. പേഴ്സണലി പറയും കോംബോ ആയിരിക്കും എല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജ് അതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏതും വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. സോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ സമയമാണ്. സമയം വേസ്റ്റ് ചെയ്യേണ്ട. 11-ാം തീയതിയാണ് എക്സാമിനേഷൻ. താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുക.